നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ദൃശ്യ ടിവിയുടെ ഹരിതം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം. മലയാളികൾ അധികം പരീക്ഷിക്കാത്ത കാർഷിക ഇനങ്ങളാണ് പപ്പായയും റംബൂട്ടാനും. ഈ രണ്ട് വ്യത്യസ്ത കാർഷിക ഇനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് പാമ്പാടിക്ക് സമീപം പൂതക്കുഴ സ്വദേശിയായ റിട്ടയർഡ് അധ്യാപകൻ കെ ചാണ്ടി. അദ്ദേഹത്തിന്റെ കാർഷിക വിജയത്തിന്റെ കഥയിലേക്ക്. കോട്ടയം ജില്ലയിൽ എന്നല്ല കേരളത്തിൽ തന്നെ അധികം ആളുകൾ പരീക്ഷിക്കാത്തതാണ് കപ്പളം അഥവാ പപ്പായ കൃഷി. നാട്ടിൻപുറങ്ങളിൽ പപ്പായയ്ക്ക് ആവശ്യക്കാർ ഇല്ലാത്തതും കടകളിൽ ഇവയ്ക്ക് ഡിമാൻഡില്ലാത്തതുമാണ് ഇത്തരമൊരു കാർഷിക മേഖലയിലേക്ക് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാത്തത്. നാട്ടിൻപുറങ്ങളിൽ പോലും ഇന്ന് പപ്പായപ്പഴം കഴിക്കുന്നവരും മുൻപത്തെ അപേക്ഷിച്ച് തുലം കുറവായിരിക്കുമെന്നതും സംശയമില്ലാത്ത കാര്യമാണ്. വില കുറഞ്ഞതും മധുരമുള്ളതും എന്നാൽ വളരെ സുലഭവുമായ പപ്പായപ്പഴത്തെ എന്തുകൊണ്ടോ മലയാളികൾ മറന്നു കഴിഞ്ഞു. തൊടികളിലും പറമ്പുകളിലും ആർക്കും വേണ്ടാതെ പപ്പായപ്പഴം കിളികൾക്കുള്ള ആഹാരമായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത്. മലയാളിക്ക് വേണ്ടാത്ത പപ്പായയ്ക്ക് ആവശ്യക്കാർ ഉണ്ടെന്ന് തെളിയിക്കുകയാണ് കോട്ടയം ജില്ലയിലെ പാമ്പാടിക്ക് സമീപം പൂതക്കുഴിയിലുള്ള കുളത്തുമാക്കൽ കെ ചാണ്ടി എന്ന റിട്ടയർഡ് അധ്യാപകൻ. ഇരുപത് വർഷങ്ങൾക്കപ്പുറം അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിച്ച ഇദ്ദേഹം ഇന്ന് കാർഷിക രംഗത്ത് സജീവമാകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഏറ്റവും കൌതുകമാർന്ന കൃഷി പപ്പായ എന്നറിയപ്പെടുന്ന കപ്പളം തന്നെ. അതിലേറെ കൌതുകകരമായ കാര്യം പപ്പായ കൃഷി നടത്തിയിരിക്കുന്നത് 3.5 ഏക്കർ സ്ഥലത്താണ് എന്നതാണ്. പപ്പായ കൃഷിക്കായി 3.5 ഏക്കർ മാറ്റിയിടുക എന്നത് മലയാളികൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. എന്നാൽ പപ്പായ ഇവിടെ ഇടവേള മാത്രമാണ്. പ്രധാന കൃഷി റംബൂട്ടാനാണ്. മൂന്നര ഏക്കറിലെ റംബൂട്ടാൻ കൃഷിക്കിടയിലാണ് പപ്പായ കൃഷിയുടെ സ്ഥാനം. കാഴ്ചക്കാർക്കിപ്പോൾ ഇതിൽ പ്രധാന കൃഷി ഏത് എന്നത് പറഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയൂ. കാരണം ഒരാൾ പൊക്കം പോലുമില്ലാതെ നിറയെ കായ്കളുമായി നിൽക്കുന്ന പപ്പായ ചെടികളാവും ആദ്യം ശ്രദ്ധയിൽപ്പെടുക. ഇതിപ്പോൾ ഞങ്ങളെ പ്രധാന കൃഷി ഇതല്ല, റംബുട്ടാനാണ്.
ഈ ഹോം ഗ്രൗണ്ടുകാരുടെ നിർദ്ദേശമനുസരിച്ച് അത് ചെയ്യുന്നത്. അതിനോട് ഇടകൃഷിയായിട്ടാണ് ഈ കപ്പളം. കപ്പളത്തിന് 3 കൊല്ലത്തെ ആയുസേ ഉള്ളൂ. ഒരു കൊല്ലമാകുമ്പോൾ അത് കഴിക്കാൻ തുടങ്ങും. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ടോമി ജോർജാണ് ഈ കൃഷികളുടെ പരിപാലകൻ. റംബൂട്ടാന്റെയും പപ്പായയുടെയും കൃഷിരീതികൾ ചോദിച്ചറിയാനും കേട്ടറിഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാനും ചാണ്ടി സാറിനൊപ്പം എപ്പോഴും ടോമിയും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ ഈ കുഴി കുത്തിയിട്ട് സമയം നമുക്ക് വേറെ ആളില്ല നിൽക്കും. ഇവിടെ ഉണ്ടായിരുന്ന ആൾ നേരത്തെ പോയി. അപ്പം അങ്ങനെ വന്നപ്പോൾ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് പുള്ളിയാണ് പറഞ്ഞു വിട്ടോ, ഒരാഴ്ച നോക്കാൻ മതി. അങ്ങനെ വന്നങ്ങ് നിന്നു. ഒന്നര വർഷം മുമ്പാണ് പപ്പായ കൃഷി എന്ന ആശയം ചാണ്ടി സാറിന്റെ മനസ്സിൽ ഉദിക്കുന്നത്. മധുരയിലേക്കുള്ള യാത്രയ്ക്കിടെ തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലായി പപ്പായ വ്യാപകമായ തോതിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം കണ്ടു. ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന പപ്പായ കൃഷി കണ്ടപ്പോഴാണ് പപ്പായയ്ക്ക് വാണിജ്യപരമായ പ്രാധാന്യമുണ്ടെന്ന കാര്യം ചാണ്ടി സാർ മനസ്സിലാക്കുന്നത്. ഞങ്ങളിങ്ങനെ മധുരയ്ക്ക് ഒരു യാത്രയുണ്ട്, ഒരു 2 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം. അവിടുത്തെ കണ്ണാശുപത്രിയിൽ പോകുന്ന വഴിക്ക് തേനിയിൽ റോഡിൻ്റെ 2 സൈഡിലും കപ്പളത്തിൻ്റെ തോട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ പല പ്രാവശ്യം ഇങ്ങനെ ഇറങ്ങി ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ നമുക്കിവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ആദ്യം ഒരു പരീക്ഷണമായത്. 800 തൈ വെച്ചിട്ടുണ്ട്. ഇതോടെ ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം തന്നെ നടത്തി. തമിഴ്നാട്ടിൽ നിന്നും പപ്പായ കേരളത്തിലേക്കും വലിയൊരളവിൽ തന്നെ കയറ്റി അയക്കുന്നുണ്ടെന്ന വസ്തുത അപ്പോഴാണ് ചാണ്ടി സാർ മനസ്സിലാക്കുന്നത്. ഇതോടെ കേരളത്തിൽ ഇതിന്റെ ആവശ്യക്കാരെ കണ്ടെത്താനായി അടുത്ത ശ്രമം. മധുരയിൽ നിന്നും 900 പപ്പായ ചെടികളാണ് ഇദ്ദേഹം വാങ്ങിയത്. കൂടത്തൈകൾക്ക് ഒന്നിന് 16 രൂപയോളം കൊടുത്താണ് വാങ്ങിയതെങ്കിലും നാട്ടിലെത്തിച്ചപ്പോൾ ഒരു തൈക്ക് 20 രൂപയോളം ചിലവായി. നടിയിലും പരിപാലനവും പ്രയാസമുള്ള കാര്യമായി തോന്നിയിരുന്നില്ല. തൂമ്പി ഉപയോഗിച്ച് വെറുതെ കുഴികൾ എടുത്ത് തൈകൾ വയ്ക്കുകയായിരുന്നു. രാസവളങ്ങളൊന്നും ഇട്ടതുമില്ല. എന്നാൽ ആദ്യഘട്ടത്തിൽ വളർച്ച കുറവാണെന്ന് കണ്ടപ്പോഴാണ് വളപ്രയോഗത്തിന്റെ കുറവ് മനസ്സിലായത്. ഇത് വിളവിനെയും ബാധിച്ചു. ഞങ്ങൾ ജൈവവളമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാണകപ്പൊടി, എല്ലുപൊടി, ഇങ്ങനെ ജൈവവളം മാത്രം. പിന്നെ കുറച്ച് പിണ്ണാക്കായിരിക്കും, മരവട്ടി പിണ്ണാക്കോ, തേങ്ങാ പിണ്ണാക്കോ, കടല പിണ്ണാക്കോ, 7 ഐറ്റം പിണ്ണാക്കുണ്ട്. കാനപ്പടി എന്നൊരു കടയിൽ നിന്ന് തന്നായിരുന്നു, അത് കൊണ്ടിട്ടിട്ടുണ്ട്.